സംസ്ഥാന സർക്കാരിന്റെ സിനിമാ അവാർഡുകൾ ഓഗസ്റ്റ് 20-ന് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് സൂചന. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ മത്സരരംഗത്തുള്ള വർഷമാണിത്. 160 മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്കോ പൃഥ്വിരാജിനോ എന്നായിരിക്കും ഒരുപക്ഷെ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്നത്. കാതൽ ദിക്കോർ എന്ന സിനിമയിലെ സ്വർഗപ്രേമിയായ കഥാപാത്രമാണ് മമ്മൂട്ടിയെ പരിഗണനയിലെത്തിക്കുന്നത്. ആടുജീവിതത്തിലെ നജീബാകാൻ നടത്തിയ അധ്വാനം പൃഥ്വിരാജിനെയും മുൻഗണനയിലേക്ക് കൊണ്ടുവരുന്നു. ജിത്തു ജോസഫിന്റെ നേരെ എന്ന സിനിമയിലെ അഭിഭാഷക വേഷമാണ് മോഹൻലാലിനെ മത്സരരംഗത്തെത്തിക്കുന്നത്. ജഗദീഷ്, ഫാലിമി, ദിലീഷ് പോത്തൻ, ഒ ബേബി, ടോവിനോ തോമസ്, 2080 എന്നിവരാണ് മികച്ച നടനാകാൻ മത്സരിക്കുന്ന മറ്റു താരങ്ങൾ. 160 സിനിമകൾ മത്സരരംഗത്തുണ്ടെങ്കിലും ആദ്യഘട്ട സ്ക്രീനിങ്ങിനു ശേഷം ഇവയിൽ 50ഓളം മാത്രമാണ് പരിഗണനയിൽ തുടരുക. ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളിലെത്തിയ ഉള്ളോൾക്ക്, ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത, ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ തുടങ്ങിയ ചിത്രങ്ങളും ഇതിൽപ്പെടുന്നു. മികച്ച നടിയാകാൻ ഒരേ സിനിമയിലൂടെ ഉർവശിയും പാർവതിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാതൽ ദിക്കോറിലെ നായിക ജ്യോതികയാണ് ഇവർക്കൊപ്പം പരിഗണിക്കാനിടയുള്ള മറ്റൊരു പ്രമുഖ